വിൻ്ററൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനിയും ജലദോഷമൊക്കെ വരുവാണെങ്കിൽ പനിക്കൂർക്കയുടെ ഇല ഒത്തിരി നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാട്ടോ പനിക്കൂർക്കയുടെ ഇല. ഞാനിത് വീട്ടിൽ വളർത്തുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് 2 ഇല ഇത് പറിച്ചെടുക്കാം. ഇത് 2 ഇല ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചെടുത്താണിത്. അപ്പം അതിങ്ങനെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇത് മേളിലേക്ക് ഇങ്ങനെ വെക്കുക. സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. നമ്മുടെ വാഴയിലൊക്കെ വാട്ടുന്ന പോലെ വാട്ടാം. ഇത് ഒരു പ്ലേറ്റിന്റെ മേളിൽ സ്പൂൺ വെച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇത് വാടി കഴിയുമ്പോൾ ഇതിനകത്ത് നല്ലോണം വെള്ളം ഉള്ളത് കൊണ്ട് പിഴിഞ്ഞെടുക്കാനും എളുപ്പമാണ്. നല്ലോണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അല്പം തേനാണ്. 1 വയസ്സിന് മേലുള്ള കുഞ്ഞുങ്ങൾക്ക് തേൻ കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പം അല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇത് നീരെടുത്തിരിക്കുന്ന ഡയറക്റ്റ് കൊടുത്താലും മതി. ഞാൻ 2 ടീസ്പൂൺ തേൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇത് മിക്സ് ചെയ്യാം. പിള്ളേര് കളിക്കുന്നതിനെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വന്നിട്ടുണ്ട്, ക്ഷമിക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പിള്ളേർക്ക് കൊടുക്കാം. അതുപോലെയാണോ? അപ്പോൾ പനിക്കൂർക്കയുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ശരിക്കും പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ ഇത് നല്ലൊരു ഔഷധമാണ്. ഞാൻ പലതവണ കുഞ്ഞുങ്ങൾക്ക് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്സ് ഒന്നും കൊടുക്കാണ്ട് തന്നെ നമുക്ക് കൊച്ചുങ്ങളുടെ അസുഖം മാറ്റാൻ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പനിക്കൂർക്ക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വീട്ടിൽ നട്ടു വളർത്തുക. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം അതിൻ്റെ ഇല പറിച്ച് പിഴിഞ്ഞ് ഇതുപോലെ വാട്ടി പിഴിഞ്ഞ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം തേന് കൊടുക്കാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ നീരിന് വലിയ മോശമായ ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വെറുതെ നീരായിട്ട് കൊടുത്താലും കുടിച്ചോളും. ഇനി അതല്ല എന്തെങ്കിലും ഫ്ലേവർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൽക്കണ്ടം പൊടിച്ചിടാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.